ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട ഒരാളെ നിങ്ങൾ ഇതുവരെയായിട്ട് കണ്ടിട്ടുണ്ടോ? ഈ മനുഷ്യൻ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന നിർത്താട്ടാ. ചൂരൽമല ദുരന്തത്തിൽ ജീവനായ മക്കളും ഒലിച്ചു പോയേട്ടാ. എന്നിട്ടും ഒരു ചെറു പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടുന്നു. കാണുമ്പോൾ തന്നെ നെഞ്ചു പൊട്ടിപ്പോകും. അർഹതപ്പെട്ടവർക്ക് മാത്രം ചലഞ്ച് കൊടുക്കുന്ന ഉബൈദ് ആ 500-ന്റെ കെട്ട് എണ്ണാമുണ്ടി കൊടുത്തപ്പോ കൈ ഇടർന്ന ഞാൻ ശ്രദ്ധിച്ചേട്ടാ. കാരണം ഈ ലോകത്ത് ചില മുറിവുകൾ പണം കൊണ്ട് ഉണക്കാൻ പറ്റൂല. പക്ഷെ ഒരു കൈത്താങ്, ഒരു ആശ്വാസ വാക്ക് ചിലപ്പോൾ ഒരു മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. ഉബൈദ് നിന്നെ കൊണ്ടേ സാധിക്കൂട്ടാ. കണ്ടു കഴിഞ്ഞപ്പോ ഒരുപാട് വിഷമങ്ങളുണ്ട്. അപ്പൊ യൂട്യൂബില് സബ്സ്ക്രൈബ് ചെയ്തോ? ഇൻസ്റ്റാഗ്രാമില്ല അതില്. യൂട്യൂബിൽ ചെയ്തപ്പോ കണ്ടിട്ട് ചെയ്തില്ലാന്നുണ്ട്. ആദ്യം കണ്ടിരുന്നു കൊറേ. കുട്ടികൾക്കോ ഇളക് മരിച്ചുപോയി രണ്ടാമത്. ഉരുൾപൊട്ടല്ലോ. കുട്ടികൾ ചെയ്തോണ്ട് 500 എടുത്തെണ്ണ. 200 ശരിക്കും എണ്ണണ്ടേ. നിങ്ങൾക്ക് 500 എണ്ണ തരാം. ഓക്കെ, ടൈം സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് നടന്നാ സ്പീഡാണ്. പെട്ടെന്ന് 26 സെക്കൻഡായി. ഒരെണ്ണം വെച്ചിട്ടേ. ടൈം 37 ഇട്ടിട്ടുണ്ട്. 18,500 രൂപ ഇത് നിങ്ങൾക്ക് കിട്ടില്ല പൈസ. ആള് കൂടി ഇവിടെ വന്ന് മാറി. ഒരു 1:23 ഇത് പൊട്ടി വരുന്നത്. പൊട്ടി വരുമ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞ ഞാൻ ഒരു ഒച്ച കേട്ടിക്കണായിരുന്നു. അപ്പൊ ഞാൻ ചാടി നീറ്റിട്ട് പറഞ്ഞു മക്കളെ പിടിക്കാറുണ്ട്. ആ മക്കള് രണ്ടും അവളെ കയ്യിൽ നിന്ന് പോയി. ഒറ്റടിക്ക് വീടും ഒക്കെ തകർന്നുകൊണ്ട് പോയി. മക്കളെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് അങ്ങനെ നേരം വെളുത്തപ്പോഴാണ് നമ്മളിതിൽ കുടുങ്ങിക്കാണെന്നില്ല തന്നെ അറിയണത്. ആകെ മരവിച്ചു പോയിന്ന് ശരീരം കംപ്ലീറ്റ്. നല്ല സന്തോഷത്തിലുള്ള ജീവിതം കാര്യങ്ങളായിരുന്നു. അപ്പൊ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു. മക്കളില്ലാത്തൊരു വിഷമം നമുക്ക് നല്ലുണ്ട്. എന്തായാലും ദൈവമായി ഒരു മാർഗം കാണിച്ചു തരുമല്ലോ. ആ ഒരു ഇതിലെങ്ങനെ മുന്നോട്ട് പോവാണ്. പ്രാർത്ഥന ഉണ്ടായെങ്കിൽ ജനങ്ങളെല്ലാരും പ്രവർത്തനം ഉണ്ടാവും. അതുണ്ടാവും. നിങ്ങളെ പോലെയാണ് നമ്മളെ രക്ഷ. ആൾക്കാർ ചോദിക്കും, മക്കളെ ചോദിക്കുമ്പോ ഇപ്പൊ ടെൻഷൻ ഉണ്ട്. അപ്പൊ നമ്മളെ മനസ്സ് പൊട്ടിപ്പോ. ഇപ്പൊ ഞാൻ ആലോചിക്കാണ് മക്കളെ കൊണ്ടായ കൂട്ടത്തിൽ നമ്മളെയും കൊണ്ടുപോയാൽ മതി. ഇപ്പോഴാണ് നമുക്ക് ടെൻഷൻ. മക്കളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ. ഞങ്ങളൊരൊറ്റപ്പെട്ട ജീവിതമായില്ലേ. നമുക്ക് പ്രായമായി കഴിഞ്ഞാല്